നമ്മുടെ കട കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് പറഞ്ഞ സ്ഥാപനമാണ്. 9447208809 ആണ് നമ്മുടെ നമ്പർ. ഇനിയിപ്പം ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. കോട്ടയം ജില്ലയിലുള്ള കോട്ടയം കുമിളി റോഡിൽ റാണി സേതു ലക്ഷ്മിഭായ് നിർമ്മിച്ച KK റോഡ് എന്ന് പറയുന്ന റോട്ടിൽ, ഇപ്പോഴത്തെ NH 183 എന്ന് പറയുന്ന റോട്ടിൽ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് പഴയ ബേബി തിയേറ്ററിനടുത്ത്, ബസ് സ്റ്റാൻഡിനടുത്ത്, കെയർ ബേക്കറിക്കടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത് ആർക്കും കണ്ടുപിടിക്കാവുന്ന മെയിൻ റോഡിലുള്ള ഒരു വലിയ വളവുണ്ട്. ആ വളവിലുള്ള ഒരു 4 നില ബിൽഡിങ്ങാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി എവിടെയാണ് ലൊക്കേഷൻ എന്ന് ചോദിക്കേണ്ട, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. CRT TV ആയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, സോണിയുടെ ഒരു CRT TV അഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് 1, 2, 3, 6 സ്ക്രൂ ഉള്ളൂ. 2 സ്ക്രൂ കുറവുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ അഴിച്ച് ആരെങ്കിലും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കും, ചിലപ്പം ഇടാൻ വിട്ടുപോയതായിരിക്കും, മനഃപൂർവ്വം ആയിരിക്കില്ല, അബദ്ധത്തിൽ മറന്നുപോയതായിരിക്കും. അപ്പോൾ ആ സെറ്റ് നമ്മളൊന്ന് അഴിച്ച് നോക്കാൻ പോവാണ്. തുറന്നിട്ട് നമ്മൾ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എന്തെങ്കിലും എന്നാ അവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇതിനകത്ത് മുഴുവൻ പൂത്ത് കെട്ടൊക്കെ ഇരിക്കുവാണ്. സൂപ്പറുള്ള മോഡലാണ്. അപ്പടി പൂപ്പൽപ്പൊടിയാണ്. ഇതാണ് പൂപ്പല്, നിറച്ചും പൂത്തിരിക്കുകയാണ്. മോളും മണ്ടേ ഇത് എല്ലാം പൂത്ത. നമ്മുടെ ക്ലൈമറ്റിൻ്റെ സ്പീക്കർ വെച്ചിരിക്കുന്ന ഒരെണ്ണം പോയിട്ട് എന്തൊരു ഇതുണ്ട്. ഏതോ ഒരു അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ സ്പീക്കർ പോയിട്ടെ ഇവിടെ എല്ലാം പൂത്തിരിക്കുന്നു. ഇതെല്ലാം പൂത്ത് പൂപ്പലാണ്. ഇതെല്ലാം ഫംഗൽ. ഇനിയിപ്പോ ഫാൻ ഒന്ന് നിർത്തിക്ക്, ശബ്ദമൊന്നും ഇല്ലാതെ. ഇതേലും ബോർഡർ വരെ ഫംഗലാണ്, നിറച്ചും പൂപ്പലാണ്. ഫാൻ നിർത്തിക്ക്. അടിയിലും പൂപ്പലെല്ലാം ഉണ്ട്. അടിയിലത്തൊക്കെ ഇതുണ്ടോ, നിറച്ചും പൂപ്പലാണ്. ഇത് വല്ല മാസ്കും വെച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കോട്ട് 8ൻ്റെ പണി കിട്ടും. കുത്തി നോക്കട്ടെ. ചുമല ലൈറ്റ് കത്തി. എന്താ സോണിയുടെ റിമോട്ടിൻ്റെ റിമോട്ട് എന്താ TVക്ക് വേണ്ടി, LED വേണ്ടി നമ്മളെടുത്തത്. ചുമല ലൈറ്റ് പൊട്ടുന്നു. തീ കത്തുന്നു. തീ കപ്പിന് തീ കത്തി, ബ്രഷ് കത്തി. അപ്പോൾ അഴിച്ച് മാറണത്. അതിനകത്തെല്ലാം പൂപ്പലായിരിക്കും. ഇതിനകത്താണ് തീ കത്തി വയറ് മുറിഞ്ഞാണ് ഇരിക്കുന്നത്. തീ കത്തിപ്പോയി. ഇത് പൊടിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് ഏതോ കശ്മലൻ. ഇനിയിപ്പോൾ ഞാൻ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ചോക്ക് പൊടിയോ കുമ്മായപ്പൊടിയോ? അതെ, ചില ആൾക്കാരുണ്ട്. സോണിക്ക് ഇങ്ങനെയൊന്നും ആരും ഇടിയല്ല. ചേട്ടാ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അത് നല്ലോണം തുടച്ചെടുക്കണം. ഈ വേസ്റ്റ് വെച്ച് ഇച്ചിരി തുടച്ചെടുത്താൽ ബ്രഷ് വെച്ച് തുടക്കില്ല, ആ തുണി വെച്ചാൽ തുടക്കാവുള്ളൂ. ബ്രഷ് വെച്ച് ഇതിന് മുറിവ് പറ്റിയ കൂടുവേറ ഇത് കണ്ടോ? സാരമില്ല. ഇവിടം വരെ എസ് നീളമുണ്ട്. നമുക്ക് ഇവിടെ കട്ടറിങ് എടുത്താൽ ആദ്യം ഇത് കട്ട് ചെയ്ത് കളയട്ടെ. അപ്പം ഞാനിതിനെന്തേലും കുറ്റം പറഞ്ഞാൽ ആൾക്കാർ പറയാം അങ്ങനെയാണ് ഇങ്ങനെയൊന്നും ആരും പൗഡർ കൈ ചൊറിയുവേ. പൊടിയാ, എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങി. ആ കപ്പേനൊന്നും തൊട്ടേ ഉള്ളൂ. നല്ലൊരു അതിൻ്റെ കുഴിക്കകത്തുള്ള പൊടിയെല്ലാം എടുക്കണം. ഒരു സാധനം അതിനകത്ത് വരാൻ പാടില്ല. ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിടുന്നതാണെന്ന് എനിക്കറിയത്തില്ല. സ്ക്രൂ ഡ്രൈവർ സോണി അങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ വേറെ പിന്നെ ഇതാ മാക്സിമം ചെയ്യുന്നത്.
ഓയിൽ തന്നെയല്ലോ ചെയ്യുന്നത്, ഇത് ചുമ്മാ വേസ്റ്റ് കൂട്ടി വേസ്റ്റ് കൂട്ടിയല്ല, പോറും തുണി കൂട്ടി എല്ലാം എടുത്ത് കളാം. മോനോ അതിനകത്തേക്ക് ചെല്ലല്ല, പോറരുത്. വേസ്റ്റേ പറ്റാവുള്ളൂ കേട്ടോ, സൂക്ഷിച്ച് ചെയ്യണേ. എന്താ പൂപ്പലല്ലേ, പൊടിയിട്ട് പൗഡർ ഇടാൻ ആഗ്രഹമുള്ള ഒരു മെക്കാനിക്കാണെന്ന് തോന്നുന്നു. ചെറുപ്പത്തിൽ പൗഡർ കിട്ടാതെ സങ്കടപ്പെട്ട ഏതോ ഒരു മനുഷ്യനാണ്. അയ്യേ, കൈ കഴുകണം, അല്ല ചൊറിയും. ഇനിയിപ്പോൾ ചെയ്യേണ്ട ചേട്ടാ, ഞാനൊരു സാധനം അടിച്ചു തരാം, പേപ്പർ ഇഞ്ഞെടുത്തു. ഐസോപ്പപ്പിളിന് അടിച്ചു തരാം, മൊത്തം ക്ലീൻ ചെയ്യണം അത്. പിന്നെ തിന്നർ വെച്ച് ക്ലീൻ ചെയ്യണം. ഈ പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്യണം, അതിൻ്റെ ചുറ്റുവട്ടം ക്ലീൻ ചെയ്തു. ഓക്കെ, കുഴിക്കകത്ത് ആ പൊടി കംപ്ലീറ്റ് പോകണം, ഇതുപോലെ കറുത്ത് വരണം, ഈ ഇരിക്കുന്ന സാധനം എല്ലാം പോകണം. ആ തുണി അതിനകത്തേക്ക് ഇറക്കി, ഇത് അടുത്ത് തുണി അതിനകത്ത് വിട്ടിരിക്കുക, അതിന് ഞാൻ ഇതങ്ങോട്ട് ഇറക്കിക്ക ചേട്ടാ. ചേട്ടനാ ചെയ്ത് പരിചയമില്ല എനിക്ക്. ചേട്ടൻ ഇത് കൂട്ട് കുഴി കണ്ടിട്ടില്ലല്ലോ. ഇതൊരു 1.5 കുഴിയാണ്, 27,000 കിലോവോൾട്ട് വരുന്ന കുഴിയാണ്. അവിടെ കൊണ്ട് പവർ ഇട്ടാൽ തീ പിടിച്ചില്ലല്ലോ വീടിന് തമ്പ്. ദൈവമേ, ഇതൊക്കെ ആര് പഠിപ്പിച്ചു വിടുന്നത്? അതിന് ഇച്ചിരി തിന്നറിഞ്ഞെടുത്തു, തിന്നർ കൊണ്ടാലും അതെല്ലാം അതിന് പോവുള്ളൂ. എന്നിട്ട് ഓരോന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് കമൻ്റ് അടിക്കാൻ വന്നേക്കില്ല. കമൻ്റ് അടിക്കാൻ വരുന്നതിനൊക്കെ ഒട്ട് തുറന്നു, കുഴപ്പമില്ല, എനിക്ക് പണി അറിയാമോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് അടിക്കാനൊന്നും ഒരുത്തനും വരണ്ട. ഇതൊക്കെ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ല സോണി സർവീസ് ചെയ്യാൻ. ഓരോരുത്തർ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, കണ്ടു പഠിച്ചോണം, മിണ്ടാതെ ഇരുന്നോണം. എന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന അറിവുകൾ കണ്ടു പഠിച്ചോണം. നീയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന പൊട്ട അറിവുകൾ, അതാണ് അറിവെന്ന് പറഞ്ഞ് എനിക്കിട്ട് മെക്കിട്ട് കയറാൻ പറ്റില്ല. ആ പരിപാടി എനിക്കിട്ട് വേണ്ട. ഞാൻ ഇത് കുറെ കണ്ടതാണ് മക്കളെ, കണ്ടതാണ്. എല്ലാം വ്യക്തമായിട്ട് അറിയാം. ഓരോ അക്ഷരമുള്ളവരും നമുക്ക് ആളെയൊക്കെ മനസ്സിലാവും. സൂക്കേട് എന്നാന്നും അറിയാം. കാരണം നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ നാട്ടുകാരെടുത്ത് ചിലവാകാൻ പറ്റുന്നില്ല ഞാൻ കാരണം. വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ, എവിടെയായിരുന്നു ജിൻസി? ഞാനൊരു കപ്പ് വെച്ച് കിട്ടിയായിരുന്നു, അത് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു വേറെ കപ്പെടുത്തു. അത് ഒന്നാമതിന് നീട്ടമില്ലായിരുന്നു, അതുകൊണ്ട് നീട്ടം കുറവാണ്ട് ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. എക്സ്റ്റെൻഡ് ചെയ്തൊരു സ്ലീവ് ഇട്ടെടുത്തു. ഇനി ഒരു സ്ലീവും കൂടെ അതിൻ്റെ പുറത്തുകൂടെ ഇടുവാണ്. ഇതിൻ്റെ തന്നെ കമ്പനിയുടെ തന്നെ ഒരു സ്ലീവാണ്, അതും കൂടെ നമ്മൾ അവിടെ ഇടുവാണ്. അവിടെ ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലീവ് കൂടി ഇട്ടു. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വിടുകയാണ്. അത് ചൂടായി ഉരുകുന്ന ടൈപ്പ് സ്ലീവ് അല്ല, എന്നാലും ഞാനതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് വിട്ടെന്നുള്ളേ ഉള്ളൂ. ഇനി നമുക്ക് LOT കപ്പിട്ട് നോക്കാം. ഇവിടെ ഒന്നെങ്കിൽ കമ്പനി ഇടുന്ന ഒരു ഗ്രീസുണ്ട്, ആ ഗ്രീസ് അല്ലാതെ ഈ പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇരുന്നാൽ കത്തും, കാർബൺ ഇരുന്നാൽ കത്തും. 27,000 കിലോവോൾട്ടിൽ കൊണ്ട് പൊടി ഇട്ട് വെക്കുന്നവൻ ആരാണേലും മിടുക്കനാണ്. പൗഡർ ഇട്ടാൽ മതി എന്ന് ആരൊക്കെയോ കേട്ട് വെച്ചിരിക്കുന്ന കുറേ പൊട്ടച്ചിന്തകളും പൊട്ടപ്പരിപാടികളും. അപ്പം നമുക്കിത് നിൽക്കുമോ നോക്കാം. നിന്നില്ലേ LOT ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. അപ്പം കസ്റ്റമർക്ക് നല്ല കാശാവും. ഓണാക്കാൻ പോവാണ്. ചേട്ടാ ഫാനൊന്ന് നിർത്തിയാലേ, എന്തായാലും ശബ്ദം കേട്ടാൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ശബ്ദമൊന്നുമില്ല, ചമ്മല ലൈറ്റിലൊക്കെ എത്തി. കാർബൺ കത്തുന്നുണ്ട് ട്യൂബിനകത്ത്. ട്യൂബ് ഓണായി വന്നു. കാണാമല്ലോ, കളർ ചേഞ്ച് ഉണ്ട്. എന്താ ട്യൂബ് വേറെ കളറിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ വെള്ള. ചേട്ടാ DVD അവിടെ നിർത്തിയാക്കിയിട്ട് ആ DVD എടുത്ത് ഒന്ന് വീഡിയോ ഇട്ടു തരാം.
എന്നാലേ നമുക്കത് ഇനി ട്യൂബ് ചാർജ് ചെയ്യാൻ പോവാണ്. ട്യൂബ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എല്ലാം മാറ്റി ഇത് ബ്ലോവറും ഒക്കെ മാറ്റിക്കും. ഇത് കണ്ടോ ഒരു സ്പീക്കർ വെച്ചിരിക്കുന്നു, ഒരു വെഡിങ് സ്പീക്കർ സോണിക്ക് കയറ്റി വെച്ച്. എന്തേലും വേണ്ട, ഒച്ച കേട്ടാൽ മതിയല്ലോ. ഇത് മുട്ടല്ലോ കേട്ടോ, ഓണായി നിൽക്കുക. ഇത് വീഡിയോ വന്ന് അത് വരാത്ത എന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കളർ പോയി കിടക്കുവാണോ. ഇത് കണ്ടോ, നീരേ ഇതും ഉള്ളൂ, ഒരു കളറില്ലെന്ന് തോന്നുന്നു. ഒരു കളറില്ലെങ്കിൽ ട്യൂബ് മാറേണ്ടി വരും. അപ്പം ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം, അപ്പോൾ 3 കളറും വരുമെന്നറിയാം. വീഡിയോ ഒന്നെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം, പക്ഷേ നോക്കാം. സെറ്റ് നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ മതി. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം കത്തുന്നത്. ഇവിടെ കത്തും. ഇപ്പം വേണ്ട, ഇപ്പം പടം വരികയില്ല. ഒരു കണ്ണ് പോയതാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. പോയതാണെങ്കിൽ ചാർജ് ചെയ്തിട്ടും കാര്യമില്ല, ഒരു കളർ ഇല്ലാതെ വരുള്ളൂ. പുതിയ ട്യൂബ് മാറ്റി വെക്കേണ്ടി വരും. 3 ഗണ്ണാണ് ഇതിനകത്തുള്ള, റെഡ്, ഗ്രീന്, ബ്ലൂ. 3 ഗണ്ണും നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ പോവാണ്. ഞാൻ ചാർജിങ് പവർ കൊടുത്തു ചാർജ് ചെയ്യാൻ പോവാണ്. ഓണാക്കി ഇവിടെ കണക്ഷൻ കൊടുത്ത് വെച്ചേക്കുവാണ്. ഫിലമെൻ്റ് കത്തണം. ഫിലമെൻ്റ് കത്തിയില്ല, അവിടെ കത്തി. ഇനി നമ്മൾ ഹൈ വോൾട്ടേജ് കയറ്റി വിടുകയാണ്. ഹൈ വോൾട്ടേജ് കയറ്റിയപ്പോൾ ഇവിടെ ഇതായി. അവിടെ ഫിലമെൻ്റ് കത്തി, ഇവിടെ ലൈറ്റ് കത്തി, കാണാമല്ലോ. ഇനി ഇത് ഞാൻ സ്പാർക്ക് ചെയ്യിക്കുക. സ്പാർക്ക് ചെയ്യിക്കുമ്പോൾ ഇത് കിടന്ന് മിന്നാൻ തുടങ്ങും. ഉണ്ടോ, മിന്നുമ്പോൾ അവിടെ കത്തും. അപ്പോൾ ആ ഗണ്ണ് കുഴപ്പമില്ല, വലിയ കുഴപ്പമുണ്ടെങ്കിൽ നല്ലപോലെ കിടന്ന് സ്പാർക്ക് അടിക്കും, അതിനകത്ത് തീ കത്തും. ഇതാരോ നേരത്തെ ചെയ്തതാണോ നമ്മൾ തന്നെ ചെയ്തതാണോ എന്ന് അറിയത്തില്ല. അപ്പം നിലവിൽ ആ ഗണ്ണിന് വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത ഗണ്ണ്, സെക്കൻഡ് ഗണ്ണ്, അത് നമ്മൾ ഓഫ് ചെയ്യുകയാണ്. അതിലും വലിയ കത്തലൊന്നും കത്തുന്നില്ല, നല്ല ഉജാറായിട്ടാണ് നിൽക്കുന്നത്. ഈ തേർഡ് ഗണ്ണ്. അപ്പോൾ ഇതിൽ ഗണ്ണുകൾക്കൊന്നും കുഴപ്പമില്ല. ബോർഡിനാണോ ഇനി കംപ്ലൈൻറ്റും സംശയമുണ്ട്. ബോർഡിൽ എന്തൊക്കെയോ പണി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൗഡർ ഇട്ട് പൊട്ടി ഇതായതാണെന്നത്. ഇപ്പോൾ 3 ഗണ്ണും നല്ല രീതിയിൽ കത്തുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല പവർഫുൾ ഗണ്ണ് പോലെയാണ് നമുക്കിത്, എമിഷനുള്ള ഗണ്ണ് പോലെയാണ് നമുക്ക് കാണിക്കുന്നത്. 1 റെഡ്, ഇനി ഗ്രീന്, ഇത് ബ്ലൂ. 3 പേരും നല്ല ആരോഗ്യവാന്മാരാണ്. ആരോഗ്യമില്ലെങ്കിൽ അത് നല്ലപോലെ കത്തുകയില്ല. അപ്പോൾ ഇതിൻ്റെ ബോർഡിനിട്ട് പണി കിട്ടി കാണും ആ പരിപാടി, പൗഡർ പരിപാടിയൊക്കെ കാണിച്ച്. ഇത് ഊഫറുള്ള സെറ്റാണ്. ബോർഡിലെ IC ചിലപ്പോൾ പോയിട്ട് കാണും, പണി കിട്ടി കാണും. ഓക്കെ, എന്നാണേലും ചാർജിങ് ചെയ്യാനൊന്നുമില്ല. ട്യൂബ് ഓക്കെയാണ്. ട്യൂബ് ഈ നിലയിൽ നോക്കുമ്പോൾ ട്യൂബിന് കുഴപ്പമൊന്നും ഇല്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറവശമൊക്കെ ഒന്ന് നോക്കട്ടെ. എർത്ത് ഇവിടെ ഉണ്ട്, എർത്ത് കൊടുത്തിട്ടുണ്ട്. എർത്ത് മസ്റ്റാണ് ഇതിന്. എർത്തില്ലാതെ ഒരു ചെറിയ സ്കൂട്ടർ എറിഞ്ഞു തന്നെ. മൊയ്തീനെ ഒരു ചെറിയ സ്കൂട്ടർ എറിഞ്ഞു തന്നെ ഒരാൾ കളിയാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ സ്കൂട്ടർ ചോദിക്കുന്നുണ്ട്, മനസ്സിലായി മിസ്സി. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ചിലപ്പോൾ നേരിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നിരിക്കും, ഡോണ്ട് വറി.
ഒരു കളർ ഈ സിയാറ്റിക് കാർഡിൽ പോയിട്ടുണ്ടെന്നുള്ളതാണ്. ട്യൂബിൻ്റെ ആണോ ബോർഡിൻ്റെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ബോർഡ് വേറെ വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ബോർഡ് വേണം. വേറൊരു ഒരു ബോർഡ് ഞാൻ വെക്കാൻ പോവാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് ബോർഡ് വെക്കുമ്പോൾ CRT ഇത് അത് ഈ അങ്ങനെ കയറി അടുപ്പിച്ച് കഴിഞ്ഞാൽ ക്രോം IC അടിച്ചു പോയൊരു കളറൊക്കെ പോകാൻ, അല്ലെങ്കിൽ ഇതേലെ ഒരു IC ഉണ്ട് അതൊക്കെ പോകാൻ അധികം നേരമൊന്നും വേണ്ട. ഈ ബോർഡ് നശിച്ചു പോയ ലക്ഷണമുണ്ട്. ഇത് കളർ പോയതിന് ഇവിടെ ഒരു IC ഉണ്ട്, അതൊക്കെ മാറിയൊക്കെ നോക്കാം. എനിവേ, അപ്പോൾ ട്യൂബിൻ്റെ ആണെങ്കിൽ പിന്നെ കിടന്ന് ചത്തിട്ട് കാര്യമൊന്നുമില്ല. ട്യൂബ് പക്ഷേ ചക്കര ചെക്ക് ചെയ്യുമ്പോൾ നല്ല ട്യൂബ് പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ പടം വരുമ്പോൾ വൈറ്റ് ബാലൻസ് ഇല്ല, ഗ്രീൻ ഇല്ലാത്ത പോലെ, ബ്ലൂ റെഡ് ഇല്ലാത്ത പോലെ കാണിക്കുന്നത്. റെഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മജന്ത കളർ വന്നേ. അതെ, അത് അവിടുന്ന് മാറ്റിത്തരാം. ഇതിൻ്റെ ആവശ്യമില്ല. പൊക്കി വിട്ടോ. ഇനി LOT കപ്പ് ഇടുകയാണ്. ഈ കപ്പിനകത്ത് ഒരിക്കലും ഫോറിൻ പാർട്ടിക്കിളായിട്ട് ഒരു പ്രത്യേക ഗ്രീസ് ഉണ്ട്, അത് മാത്രമേ വരാൻ പാടുള്ളൂ. വേറെ പൗഡറൊക്കെ ഇട്ട് എവിടെ നിന്ന് പഠിച്ചതാണെന്ന് അറിയത്തില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങിയ എന്നിട്ട് ഞാൻ എന്തെങ്കിലും വരുമ്പോൾ എന്നെ ചൊറിയാൻ വന്നാൽ മതി. അത് ഞാൻ പറഞ്ഞു തരുന്ന എൻ്റെ ഇത്രയും വർഷത്തെ അറിവാണ്. അത് വല്ലതും മനസ്സിലാക്കി രക്ഷപ്പെടാൻ നോക്കാനുള്ളതിന് ധൈര്യവും വിട്ടുകൊണ്ട് വരും. എർത്ത് മസ്റ്റായിട്ടും മറക്കാതെ കൊടുക്കണം. നാട്ടുകാരൊന്നുമില്ല, നാട്ടുകാരൊക്കെ വളരെ സ്നേഹമായിട്ടുള്ള ഇതൊക്കെയാണ്. ഇത് കുറേ മുറി മെക്കാനിക്കുകളാണ് ഇത് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്പം നമ്മൾ CRT കാർഡ് കൊടുത്തു, LOTയുടെ കപ്പ് കൊടുത്തു, യോക്ക് കൊടുത്തു, PTC കൊടുത്തു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഒരിക്കലും മറക്കരുതാത്ത ഈ എർത്താണ്, ട്യൂബെന്നുള്ള എർത്ത്, അത് മസ്റ്റായിട്ടും കൊടുക്കണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷമേ TV ഓൺ ചെയ്യാവുള്ളൂ. ഞാൻ ഓൺ ചെയ്യുവാണ്. ഞാൻ വേറെ ബോർഡ് എടുത്ത് ഓൺ ചെയ്യുവാണ്. റിമോട്ട് സോണി റിമോട്ട് അവിടെ ഉണ്ട്. ട്യൂബ് തെളിഞ്ഞ് വരുമ്പോൾ ആ റാസ്റ്റർ എന്ന് പറയുന്ന സാധനം വെള്ളമായിരിക്കണം, റിയൽ വൈറ്റ് ആയിരിക്കണം തെളിഞ്ഞ് വരേണ്ടത്. അങ്ങനെ തെളിഞ്ഞ് വരുന്നില്ല എങ്കിൽ ട്യൂബ് കംപ്ലൈൻറ്റ് തന്നെയാണെന്ന് വിചാരിക്കാം. അപ്പം ട്യൂബ് കംപ്ലൈൻറ്റ് ഇത് കണ്ടോ, ഈ ബോർഡിലും ഇങ്ങനെ തന്നെയാണ് പിക്ചർ വരുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ട്യൂബ് എമിഷൻ പോയതാണ്. 3 ഗണ്ണും കത്തുന്നുണ്ടെങ്കിലും ട്യൂബിൻ്റെ എമിഷൻ പോയതാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വീഡിയോ എടുത്ത് നമുക്ക് പടവും കൂടെ നോക്കാം, ഉള്ള പടവും നോക്കാം. ചേട്ടാ അങ്ങോട്ട് വെച്ച് അങ്ങനെയല്ല, അങ്ങനെ സൂക്ഷിച്ചെടുക്കണം. DVD കറണ്ട് കുത്തൻ്റെ കുത്തല്ലെന്ന് പറഞ്ഞാൽ കറണ്ട് കുത്താതെന്നാ പറഞ്ഞ DVD സെറ്റ് ഓണല്ലേ, കുത്തിക്കോ. ആരാണ് തന്നെ ഇരുന്ന് അനങ്ങുന്നത്? വീഡിയോ 1 വീഡിയോ എന്ന് പോലും എഴുതി കാണിക്കാൻ മാത്രം പോലും ട്യൂബിന് ഊരില്ല. ഉണ്ട്, മങ്ങിയകത്ത് കിടപ്പുണ്ട്. ഇടുന്നുണ്ടോ?
ഇതിൻ്റെ ജോബ് എടുത്തുകൊണ്ട് വരാമോ? കസ്റ്റമറുടെ ബുക്ക് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതിൽ പോകണം. ഇതാണ് ഇപ്പോൾ ഈ ട്യൂബേൽ കാണുന്ന പിക്ചർ. കളറില്ല. ജീവിതകാലം മുഴുവൻ നാട്ടുകാരുടെ ചെലവ് കഴിഞ്ഞ് വിലയില്ല നയിപ്പ്. കവറെടുത്തു നമ്മളിതെല്ലാം കുത്തുവാണ്. TTC പിന്നെ ഇത് കൊണ്ടാരം ഇതിൻ്റെ ഇപ്പറയോടെ ഇടണം. അല്ല, പുറട്ടിൽ നിന്ന് അത് വേറെ. ആ സെറ്റിന് ഒന്നുകൂടെ എടുക്കണം. ഇത് കഴിഞ്ഞാൽ അതെടുക്കാം. അത് നമ്മൾ പണി തീർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ ഒരു എന്തോ സ്വിച്ച് മാറണം. സ്വിച്ച് കൂടെ മാറിയാൽ മതി, അതിൻ്റെ വർക്ക് തീരും. എർത്ത് കൊടുത്തു, CRT ബേസ് ഇട്ടു, പുതിയ കപ്പിട്ടു. പിന്നെ ഒരു റിങ് ഉണ്ടായിരുന്നു, ഒരു വെള്ള റിങ്. എന്തിയേ റിങ് അതിൻ്റെ സ്വിച്ചുകൾ മേളിലാണ്. സ്വിച്ച്. ഓക്കെ, കപ്പിട്ടു, യോക്കിട്ടു, ഇതിട്ട് സ്പീക്കർ കുത്തി. ഇനി നമുക്ക് ആ സൗണ്ട് കിട്ടുമെന്നും കൂടെ നോക്കാം. സൗണ്ട് നമ്മൾ മുമ്പ് കണ്ടില്ല, പിക്ചറല്ലേ കണ്ടുള്ളൂ. പൊട്ടുന്നൊക്കെ ഉണ്ട്, ചിലപ്പോൾ റെഡിയായി വരുമായിരിക്കും. കസ്റ്റമറെ നമ്മൾ വിളിച്ച് ചോദിച്ചു, വേറെ ട്യൂബൊന്നും മാറണ്ട, ഇതേ കിട്ടുന്ന അത്രയും പടം മതി എന്നാണ്. ഇതൊക്കെ ഒത്തിരി വർഷമായ CRT TVകളാണ്. എന്നാലും ഇന്നും ആൾക്കാർ ഇതൊക്കെ ശരിയാക്കി ഉപയോഗിക്കുന്നുണ്ട്. കാരണം LCDയുടെ ഒരു പരാജയം വെച്ചിട്ടാണ് CRT TV വീണ്ടും ആൾക്കാരെടുത്ത് ഉപയോഗിക്കുന്നത്. കാരണം 10, 20, 25 വർഷമായ TVകൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഓടുന്നു. LED മേടിച്ച് 1 മാസത്തിനാവും, അല്ലെങ്കിൽ വാറണ്ടി പീരീഡ് 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പരിപാടി കഴിയുന്നു. അങ്ങനെ പലരുടെ സെറ്റുകൾ കംപ്ലൈൻ്റായി ആകപ്പാട കഷ്ടത്തിലായതുകൊണ്ടാണ് അവരിപ്പം വീണ്ടും CRT നന്നാക്കാൻ എടുത്തുകൊണ്ട് വരുന്നത്. ട്യൂബ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ ഓൾട്ടയും ഫോക്കസും കറക്റ്റ് ചെയ്യുന്നതാണ്. സ്ക്രീൻ ഓൾട്ടയും ഉണ്ട്. ഇപ്പോൾ റീറ്റേഴ്സ് ലൈൻ കിടക്കുന്നുണ്ടോ? ആ ലൈൻ കിടക്കാൻ പാടില്ല. ആ ലൈനിൽ താഴെ പോകണം, ലൈൻ കട്ടാകണം. വേണ്ടോ? ഇങ്ങനെ വന്നിട്ട് നീല പോകണ്ട, റെഡിൽ നിന്നോട്ടോ. റെഡും വൈറ്റും കൂടെ കൂടിയ ഒരു മോഡിൽ വെച്ച്. പിന്നെ ഇതിൻ്റെ ഫോക്കസും സ്ക്രീനും ഉണ്ട്. ഇത് കണ്ട് ഇങ്ങനെ ഒരു കൺട്രോൾ ഉണ്ട് ഇവിടെ, ഒന്ന് കാണിച്ചുകൂടെ? LOT ലോഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ ഫോക്കസിങ്ങും സ്ക്രീനും ഉണ്ട്. ഇപ്പോൾ കളർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഫോക്കസിങ്ങും സ്ക്രീനും ഇതാണ്. മുകളിലത്തെ ഫോക്കസിങ്ങും താഴത്തെ സ്ക്രീനുമാണ്. അപ്പോൾ പഴയ ഫോക്കസിങ് തന്നെ കറക്റ്റാണെന്ന് തോന്നുന്നു. ആ പിക്ചറിൽ നിന്നുള്ള എഴുത്ത് കണ്ടോ? അതേ നോക്കിയാൽ നമ്മൾ ഫോക്കസിങ് കറക്റ്റ് ചെയ്യുന്നത്. ഫോക്കസിങ് പിന്നെ സ്ക്രീൻ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അവിടെ കളർ ചേഞ്ച് വരും. അനുസരിച്ച്
ഗ്രീൻ കുറവാണ്, ഗ്രീൻ ഭയങ്കര ഡള്ളാണ്. ഇത് ട്യൂബിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ പിക്ചർ ഫുൾ അടിച്ചു. പിന്നെ ബ്രൈറ്റ്നസ് ഒരു 50, കളറൊരു ഒരു 40, കളറൊരു 40, 50 അടിച്ചേക്കാം. 50 അടിച്ചു. പിന്നെ ഹ്യൂ എന്ന് പറയുന്ന സാധനം NTSCയുടെ ആണ് ഹ്യൂ. അത് നമ്മൾ 0 ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഷാർപ്നെസ് ഉണ്ട്. പിന്നെ ഈ കൂൾ എന്ന് പറയുന്ന ഷാർപ്നെസ് ഒരു 50 ഉണ്ട്. പിന്നെ കൂള്, കളറ്, ഹ്യൂ എല്ലാം ഓക്കെയാണ്. അത്യാവശ്യം കളറായിട്ടുണ്ട്. അത്യാവശ്യം ഗ്രീനും ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സർവീസ് മോഡിൽ കയറി ഗ്രീൻ ഇച്ചോടെ നമുക്ക് പൊക്കി വിടാം. അത് നമ്മൾ താഴെ വീഡിയോ കൊടുത്തോണ്ട് ഇപ്പോൾ ഗ്രീൻ ഉണ്ടല്ലോ, കണ്ട കയ്യിൽ അടിക്കുന്നിടത്തൊക്കെ ഗ്രീൻ ചെറുതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ മാക്സിമം സെറ്റിങ്. ഇത് സെറ്റ് പൂട്ടാൻ പോവാണ്. ഓഡിയോയും എല്ലാം കറക്റ്റാണ്. ലൈറ്റ് ഇട്ട് പാക്ക് ചെയ്യാൻ പോവാം. മാർക്ക് ഞാൻ ഇട്ടോളാം. ചേട്ടാ ലൈറ്റ് പോയിട്ട് ലൈറ്റ് ഇട്ടോ. അല്ലാത്ത സമയത്ത് പോയത് ഏതാ ഓഫാക്കുന്ന ആളാണ്. സ്കൂട്ടർ എടുത്തോണ്ട് പോരെ, ചർമ്മി കൊണ്ടുപോരെ, സ്കൂട്ടർ എടുത്തോണ്ട് പോരെ, സ്ക്രൂ എടുത്തോണ്ട് പോരെ, സ്ക്രൂ ഇട്ടോ. അത് ഇതിടാം. ഒരു സ്ക്രൂ ഞാൻ ഇക്കോട്ട് 2 സ്ക്രൂ ഇതിന് കുറവില്ലായിരുന്നു. 2 സ്ക്രൂ എടുക്കണം. സോണി സ്ക്രൂ. രണ്ടൊന്നുമല്ല, 3-4 സ്ക്രൂ കുറവുണ്ട്. എന്നല്ല പറഞ്ഞു, കമത്തി തന്നെ വെച്ചേക്കാം. എൻ്റെ ഇപ്പോൾ കത്തി വീഴുന്ന കേട്ടോ. ട്യൂബ് ചാർജ് ചെയ്തുകൊണ്ട് ഒന്ന് കമത്തി വെച്ച് ഓണാക്കുവാണെങ്കിൽ ഈ പൊട്ടി വീണ സാധനം എല്ലാം കൂടെ അകത്തേക്ക് പൊക്കോളും. അതിനായി കമത്തി വെച്ചത്. അതായത് കാർബൺ എല്ലാം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കത്തി പൊക്കോളും. ഇത്ര സ്ക്രൂ മതി. 3-4 ഇട്ടില്ലേ, അത് മതി. ഒരെണ്ണം കൂടെ അതിന് കുറവുള്ളൂ. ഒരു സ്ക്രൂ കൂടെ കിട്ടിയാൽ ഓക്കെ, എല്ലാം ഫുള്ളാവും. എൻ്റെ അടുത്ത് ആ വണ്ണമുള്ള ടൈപ്പ് സ്ക്രൂ അതിൻ്റെ. ഇനി മതി. എല്ലാ സ്ക്രൂ ഇട്ടു. ഒന്നുകൂടെ കുത്തിയേക്കാം കമത്തിയിട്ട് തന്നെ. ഫൈനൽ കുത്ത്.
വീഡിയോ 1 വന്നു, ഓളിയുണ്ട്. ചാനലിലേക്ക് ഇട്ടാൽ ഗ്രെയിൻസും വരും. ഇത് ഓൺ ആയിക്കൊണ്ടൊക്കെ തിരിച്ചിട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സെറ്റ് താഴെ കൊണ്ട് വെച്ചിട്ട് വരാം വെൻസി. ഇത് വെട്ടം കാണിച്ച് പോയി വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കും. വെട്ടം ക്ലിയർ ആയിട്ട് റെക്കോർഡ് ഇട്ടാൽ ഇതിപ്പോൾ നമ്മൾ സർവീസ് മോഡ്, ഈ സെറ്റിൻ്റെ സർവീസ് മോഡിൽ പോയിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് മാറ്റിയായിരുന്നു. ഞാൻ വിശദമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ അന്നേരം ഞാനൊരു ചാനൽ ഇട്ടുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഇതാണ്ട് സർവീസ് മോഡ് വന്നിട്ടുണ്ട്. ഒരു നോക്കണം, സർവീസ് മോഡ് വരട്ടെ. വന്നിട്ടുണ്ട്. ഇത് ഹൊറിസോണ്ടൽ പൊസിഷന്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലീനിയോറിറ്റി, വെർട്ടിക്കൽ സൈസ്, ഹൊറിസോണ്ടൽ സൈസ്, അങ്ങനെ കളർ ചേഞ്ച്, ഗ്രീനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ളതാണ്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് RGB, ബ്ലൂറ്, LPG, ഗ്രീന്, PGR, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് സേവ് ചെയ്യണം, റൈറ്റ് ചെയ്യുമ്പോൾ റെഡ് കളർ വരും. റൈറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ 500 പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ മാറ്റം വന്നിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ സർവീസ് മോഡിൽ കയറി കറക്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഞാനിത് വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോ സർവീസ് മോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചു പോയി. ഏഷ്യാനെറ്റിൻ്റെ എംബ്ലമാണോ, ഏഷ്യാനെറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ടാണോ എന്നറിയത്തില്ല. അതുകൊണ്ട് അത് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടും കോപ്പിറൈറ്റ് അടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി അതങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് അതിന് പകരം ഞാനിങ്ങനെ കാണിച്ചു തന്നെ. ഇത് നമ്മൾ റൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് റൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സർവീസ് കോഡുകൾ ഒരു 500-550 കോഡുകളുണ്ട്. കുറേയൊക്കെ എനിക്ക് കാണാപ്പാടം അറിയാം. ബാക്കിയൊക്കെ നമുക്ക് പോരാത്തതൊക്കെ നമുക്ക് കുറേന്നല്ല, അത്യാവശ്യം കാര്യമെല്ലാം എനിക്ക് കാണാപ്പാടം അറിയാം. ബാക്കി നമ്മൾ ബുക്കിലുണ്ട്, മോഡുണ്ട്. അത് നോക്കി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മെമ്മറി ഐ സി ഒക്കെ മാറിയിട്ട് പ്രോഗ്രാം ചെയ്യാം. ആരോ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു, മെമ്മറി ഐ സി മാറി പ്രോഗ്രാം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ മെമ്മറി ഐ സി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ പ്രോഗ്രാമും നമുക്ക് ചെയ്യണം, ഒന്നെന്ന് തന്നെ ചെയ്യണം. അങ്ങനെ മുഴുവൻ പ്രോഗ്രാമും എനിക്കറിയാം, ചെയ്യാനും എനിക്കറിയാം. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. 1-2 സെറ്റുള്ള 1000 സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾ എന്നെ കാണാൻ തുടങ്ങിയെന്നുള്ളൂ. ഞാൻ 16 വയസ്സ് തൊട്ട് സർവീസ് ചെയ്ത് തുടങ്ങിയ ആളാണ്. എൻ്റെ 55ാമത്തെ വയസ്സിലാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള എൻ്റെ സർവീസും എൻ്റെ എക്സ്പീരിയൻസും എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ കമൻറ്റ് വിടുമ്പോൾ അതും കൂടെ ഒന്ന് വരവെച്ചു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഈ സെറ്റ് പടം ഒന്ന് കൊടുത്ത്, ജസ്റ്റ് ഒന്ന് പടം കൊടുത്ത് കേട്ടോ, അതിൻ്റെ AV ഒന്ന് കൊടുത്ത്. നമ്മുടെ നല്ല ആയുസിൽ നല്ല ചുറുചുറാൻ നിന്നിരുന്ന കാലത്തെ സർവീസ് ഇടാൻ യൂട്യൂബൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ കുത്തിയോ, വീഡിയോ 1-ലാക്കാം. ഇത് 2-ലാണ് കിടക്കുന്നത്. 1-ൽ ഒന്ന് കാണിച്ചു. 1 ഇപ്പോൾ നമുക്ക് നല്ല ചാനൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചാനലിൻ്റെ എംബ്ലമൊക്കെ വരുമ്പോഴാണ് കോപ്പിറൈറ്റ്. ഇപ്പോൾ മങ്ങിക്കിടന്ന സാധനത്ത് ഇത്രയും പിക്ചറായിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം സാധനമായിട്ടുണ്ട്. ഇത്രയൊക്കെ കാണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം. ഈ ഓഡിയോ മതി നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും യൂട്യൂബ് സമ്മതിക്കത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പം ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോൾ അഥവാ ഇനി എന്തെങ്കിലും ചെയ്തത് എന്നാന്ന് മനസ്സിലാകാത്ത കാര്യം കൊണ്ട് പേഴ്സണലായിട്ട് വിളിക്കാം. ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഇത് പുറകെ നൂരി മാറ്റിയിട്ട് ഈ TV അപ്പുറത്തോട്ട് വെച്ചാൽ, എന്നിട്ട് ഈ അടുത്ത TV കയറ്റി വെച്ചു. അപ്പോൾ എൻ്റെ വർക്ക് തീർന്നു. അപ്പോൾ ഓക്കെ. ഇപ്പോൾ CRT TV അതിൻ്റെ സർവീസ് മോഡിൽ കയറി നമ്മൾ അതിൻ്റെ പിക്ചർ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല പടമായിട്ടുണ്ട്. വീഡിയോയിൽ എത്ര കൊണ്ട് ക്ലിയർ കാണുമെന്ന് എനിക്കറിയില്ല. ഇത് പക്കാണ്, പടം ഏകദേശം ആയിട്ടുണ്ട്. ഗ്രീനും എല്ലാം വന്നിട്ടുണ്ട്. ഇച്ചിരി ഗ്രീൻ കുറവുണ്ട്, അത് സത്യമാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. സർവീസ് മോഡ് എടുത്ത് നമ്മൾ അകത്ത് കയറി വേണം ഈ സെറ്റിങ്സ് എല്ലാം ചെയ്യാൻ. ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. തന്നെ കയറി ചെയ്ത് കഴിഞ്ഞാൽ മോഡ് മാറിപ്പോയി ആ കുഴപ്പമാവും. 500 മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ ഓരോന്നും ചെയ്യണം. ടെക്നീഷ്യന്മാർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ തന്നെ ചെയ്യാതിരിക്കുക.